ഫുട്ബോൾ ലോകം എക്സൈറ്റ്മെൻറ്റോടെ കാത്തിരുന്ന ഫ്രാൻസ് സ്പെയിൻ പോരാട്ടം അവസാനിച്ചു. പലരുടെയും പ്രവചനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഈ വേൾഡ് കപ്പിൽ ഏറ്റവും മനോഹരമായ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് 2010 ശേഷം ഇതാ വീണ്ടും സ്പാനിഷ് പട വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഒരു വെല്ലുവിളിയും ഉയർത്താൻ എംബാപ്പയുടെ ഫ്രാൻസിനായില്ലെന്നു മാത്രമല്ല, കളിക്കളത്തിൽ ചിത്രം വരക്കുകയായിരുന്നു സ്പെയിൻ. മനോഹരമായ ബോൾ പൊസിഷൻ കൊണ്ട് എങ്ങനെ ഒരു കളിയെ നിയന്ത്രിക്കാമെന്ന് സ്പാനിഷ് ഫുട്ബോൾ ഇന്ന് ലോകത്തിന് പഠിപ്പിച്ചു തന്ന ദിവസം കൂടിയായിരുന്നു. നിലവിലെ റണ്ണേഴ്സപ്പുകളായ ഫ്രാൻസിൻ്റെ മുൻതൂക്കം പ്രവചിച്ചുകൊണ്ടാണ് മത്സരം തുടങ്ങിയത്. പക്ഷേ കളിക്കളത്തിൻ്റെ ആദ്യ മിനിറ്റ് മുതൽ പന്ത് കൈവശം വെച്ച് കളി നിയന്ത്രിച്ചത് സ്പാനിഷ് പട തന്നെയായിരുന്നു. മധ്യനിരയിലെ അഡാർ പെർഫോമൻസിനൊടുക്കം മത്സരത്തിൻ്റെ 22-ാം മിനിറ്റിൽ സൂപ്പർ താരമായ ലമിനെ യമാലിനെ ഫൗൾ ചെയ്തു വീഴ്ത്തിയതിന് സ്പെയിനിന് അനുകൂലമായി പെനാൽറ്റി എടുത്ത ഓയർസബാലിന് പിഴച്ചില്ല. അദ്ദേഹം ഗോൾ കീപ്പറെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് പന്ത് വലയിലെത്തിക്കുന്നു. 22-ാം മിനിറ്റിൽ സ്പെയിൻ ഒരു ഗോളിന് മുന്നിൽ. പക്ഷേ പിന്നീട് നമ്മൾ ഫ്രാൻസിൻ്റെ തിരിച്ചുവരവായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ബോൾ പൊസിഷൻ കൊണ്ട് മത്സരം കൺട്രോൾ ചെയ്തത് സ്പെയിൻ മാത്രമായിരുന്നു. ഇടയ്ക്കിടെ മാത്രമാണ് ഫ്രാൻസിൻ്റെ മുന്നേറ്റങ്ങളും കൗണ്ടർ അറ്റാക്കുകളും കണ്ടത്. പക്ഷേ അതെല്ലാം സ്പെയിനിൻ്റെ ഡിഫൻസ് ലൈനിൽ തട്ടിത്തെറിക്കുന്നതാണ് കണ്ടത്. മധ്യനിരയിൽ റോഡ്രിയും ഡാനി ഓൽമോയുമെല്ലാം മനോഹരമായി കളി നിയന്ത്രിച്ചോടെ വിയർത്തൊലിക്കുകയായിരുന്നു ഫ്രഞ്ച് പട. അങ്ങനെ ആദ്യ പകുതി പിരിയുമ്പോൾ സ്പാനിഷ് പട ഒരു ഗോളിന് മുന്നിൽ. രണ്ടാം പകുതിയിലേക്ക് കളി തുടങ്ങുമ്പോൾ ഫ്രാൻസിൻ്റെ വലിയ തിരിച്ചുവരവായിരുന്നു ഫുട്ബോൾ ലോകം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ആദ്യ പകുതിയിൽ കണ്ടതിനേക്കാൾ മനോഹരമായി കളി മെനയുകയായിരുന്നു സ്പാനിഷ് പട. ഇടയ്ക്കിടെ താളം കണ്ടെത്താൻ ഫ്രാൻസ് പലതവണ ശ്രമിച്ചെങ്കിലും പക്ഷേ ഒരവസരവും സ്പാനിഷ് പട നൽകിയില്ല. സ്പെയിൻ മധ്യനിരയും മത്സരത്തിലുടനീളം മുഴുവൻ പൊസിഷനിങ്ങിലും കൃത്യമായി സ്പേസ് കണ്ടെത്തി ഫ്രഞ്ച് നിരയെ വലിച്ചു കീറുന്ന പ്രകടനമാണ് നടത്തിയത്. അങ്ങനെ അധികം വൈകും മുമ്പ് മത്സരത്തിൻ്റെ രണ്ടാം ഗോളും പിറക്കുന്നു. മത്സരത്തിൻ്റെ 58-ാം മിനിറ്റിലാണ് മനോഹരമായ വൺ ടച്ചിലൂടെ സൂപ്പർ താരമായ പെഡ്രോ പോറോയുടെ ഗോളിലൂടെ വീണ്ടും സ്പാനിഷ് പട മുന്നിലെത്തുന്നത്. സ്കോർ 2-0. ഫ്രാൻസിൻ്റെ തിരിച്ചുവരവിനുള്ള എല്ലാ പ്രതീക്ഷകളെയും ആസ്ഥാനത്താക്കിക്കൊണ്ടായിരുന്നു പോറോയുടെ തകർപ്പൻ ഗോൾ. മത്സരത്തിൽ അങ്ങനെ 2 ഗോളുകൾക്ക് സ്പെയിൻ മുന്നിലെത്തിയതോടെ പരിശീലകനായ ദിദിയർ ദശാംസ് വലിയ മാറ്റം തന്നെ ടീമിൽ വരുത്തിയിട്ടും കാര്യമുണ്ടായില്ല. സ്പെയിനിൻ്റെ ഡിഫൻസിന് മുന്നിൽ ഒരാക്രമണവും ഫലം കണ്ടില്ല. മാത്രമല്ല ഒരു ഗോളിനുള്ള മനോഹര അറ്റംപ്റ്റും കണ്ടില്ല. സ്പെയിനിനെ അനായാസം തകർക്കാമെന്ന് കരുതിയ ഫ്രഞ്ച് പടയുടെ പ്രവചനങ്ങൾക്ക് സ്ഥാനമുണ്ടായില്ല. ഫ്രാൻസ് ഈ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ പുറത്തായിരിക്കുകയാണ്. ഫ്രാൻസിൻ്റെ സ്റ്റാർ സ്ട്രൈക്കറായ കിലിയൻ എംബാപ്പയ്ക്ക് മത്സരത്തിൽ കാര്യമായി ഒന്നും ചെയ്യാനായില്ല. മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചായി സ്പെയിനിന് 2ാം ഗോൾ നേടിയ പെഡ്രോ പോറോയെ തിരഞ്ഞെടുത്തു. ഇന്ന് നടക്കുന്ന അർജന്റീന vs ഇംഗ്ലണ്ട് മത്സരത്തിലെ വിജയികളുമായി ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ഫൈനൽ നമുക്കൊന്ന് കാണാം. ഇന്ന് തോൽക്കുന്ന ടീമുമായി ലുസൈൽ ഫൈനലിൽ ഫ്രാൻസ് ഏറ്റുമുട്ടും. ഏതായാലും കാത്തിരുന്നു തന്നെ കാണാം. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് നൗ.